ചങ്ങായിമാരെ നിങ്ങൾ സംബന്ധമെങ്കിലും അറിഞ്ഞ നമ്മൾ നെതന്യാഹു എന്താ പറഞ്ഞറിയാം, അമേരിക്ക കൂടിയില്ലെങ്കിലും ട്രംപ് കൂടിയില്ലെങ്കിലും ഇറാന ഒറ്റക്ക് ഇസ്രായേൽ ഒറ്റക്ക് കീഴ്പ്പെടുത്തും പോലും. എനിക്ക് എന്റെ നെതുമാനോട് ഒന്നേ പറയാനുള്ളൂ, നീയും നിന്റെ പിതാവായ ട്രംപും ഉണ്ടല്ല, നിങ്ങൾ രണ്ടാൾ ഒരുമിച്ച് നോക്കിയിട്ടും ഇറാന ഒരു മണ്ണും പുണ്ണാക്കും ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെയാണ് നീ ഒറ്റക്ക് പോയിട്ട് ഇറാനെ അങ്ങ് തീർക്കുന്നല്ലോ ഡയലോഗ് അടിക്കുന്നത്. എന്താണ് നെതുമോനെ നീ ഒരിക്കലും നന്നാവാത്തത്? നമ്മളെ നെതുമോന്റെ പ്രശ്നം എന്താ അറിയാം, ഇനി ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ച നടത്തിയിട്ട് അതെങ്ങാനും വിജയിച്ചു കഴിഞ്ഞാല് നമ്മളെ നെതന്യാഹു ഒറ്റക്കായി പോകും. ആ ഒരു പേടിയുണ്ടല്ല, ആ പേടി പേടിച്ചിട്ടാണ് ഈ പിച്ചും പെയ്യും നമ്മളെ നെതന്യാഹു പറയുന്നത്. നമുക്കെന്തായാലും നമ്മളെ നെതുമോണ്ടല്ല പേടിച്ചിട്ട് പറഞ്ഞ ആ പിച്ചും പെയ്യും ഒന്ന് കേട്ടിട്ട് വന്നാലോ. കാരണം അമേരിക്ക തയ്യാറായില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുമെന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ ഭൂമികൾ ഏറ്റെടുക്കാൻ ഇസ്രായേൽ മന്ത്രിസഭ തീരുമാനിച്ചുവെന്നും ഭീകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. പി വി ജെയിംസ് തത്സമയം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഈ ഇസ്രായേലിന്റെ കിഴിപോയി കിടക്കാൻ എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വാർ മോങ്കറാണ്. എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അദ്ദേഹം സുപ്രീം കോടതിയിലെ അഴിമതി കേസിൽ പെട്ടിരിക്കുക. എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിച്ചുവിടണം. ഒന്നില്ലെങ്കിൽ ഗസയിൽ, അല്ലെങ്കിൽ ലെബനനിൽ, അതുമല്ലെങ്കിൽ ഹൂതികൾക്കെതിരെ, ഇതുമല്ലെങ്കിൽ ഇറാനിൽ. ഇങ്ങനെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടുത്തെ ഭൂരിപക്ഷം ജനത യുദ്ധത്തിനെതിരാണ്. പക്ഷേ അദ്ദേഹം അതൊന്നും നോക്കുന്നില്ല. അപ്പൊ പറയുന്നൊരു വാക്കെന്ന് പറയുന്നത്, അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. അത് വല്ലാതെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. കാരണം ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ, അവരുടെ അയൺ ഡോമുകൾ, അതുപോലെ തന്നെ മിസൈലുകളൊക്കെ റെഡിയാണ്. ഇപ്പോഴത്തെ ഇറാനും സജ്ജമായി നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ യുദ്ധത്തിൽ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാനാണ് കൂടുതൽ പരിക്ക് പറ്റിയത്. ഇസ്രായേലിനും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധത്തിന്റെ പാതയിലേക്ക് പോകുന്നത്, ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് അടിയന്തരമായി ട്രംപിനെ കാണാൻ പോകുന്നതിന്റെ ഒരു മനഃശാസ്ത്രം കൂടി പരിശോധിക്കുമ്പോൾ ഈ യുദ്ധത്തിന് അനുമതി തേടിയുള്ള യാത്രയാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. കാരണം കഴിഞ്ഞ തവണ ഡിസംബറിൽ പോയപ്പോൾ പറഞ്ഞത് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ പിന്തുണ തേടിയുള്ള യാത്ര എന്നാണ്. എന്തായാലും അമേരിക്ക അതിനന്ന് വലിയ പിന്തുണ കൊടുത്തില്ല. പക്ഷേ കയറി 12 ദിവസം ഏറ്റുമുട്ടൽ നടത്തി അമേരിക്ക ഫർദ അടക്കമുള്ള 3 ആണവ നിലയങ്ങൾ ആക്രമിക്കാൻ തയ്യാറായി ഇസ്രായേലിന് വേണ്ടി. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രംപിനെ സമ്മർദ്ദത്തിലാക്കി യുദ്ധം ആരംഭിക്കാനുള്ള നീക്കമാണ് എന്നുള്ള തരത്തിലുള്ള പ്രചരണം രൂക്ഷമായിട്ട് വരികയാണ്. അതിനിടയിൽ ഇറാന്റെ തീരത്തൂടെ, ആ ഭാഗത്തൂടെ യാത്ര ചെയ്യരുത്, യാത്ര പോകരുതെന്ന് അമേരിക്കൻ വാണിജ്യ കപ്പലുകൾക്ക് അമേരിക്ക തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കാരണം ഇറാൻ പിടിച്ചുകൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിനടുക്കിടക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഇറാന്റെ വലിയ പ്രസൻസ് ഉണ്ട്. ഇറാൻ അമേരിക്കൻ കപ്പലുകൾ, വാണിജ്യ കപ്പലുകൾ പിടിച്ചെടുക്കുമെന്ന ഭീതി അമേരിക്കയ്ക്ക് തന്നെയുണ്ട്. എന്തായാലും പശ്ചിമേഷ്യ മൊത്തത്തിൽ ആശങ്കയിലാണ്. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. അതിനിടയിലാണ് ഇസ്രായേലിന്റെ അടിയന്തരമായിട്ട് ചേർന്ന മന്ത്രിസഭാ യോഗം ഈ വെസ്റ്റ് ബാങ്ക് പാലസ്തീന്റെ പ്രദേശമാണ്. ഇന്റർനാഷണൽ നിയമമനുസരിച്ചാണ് അവിടെയൊക്കെ കുടിയേറ്റക്കാരെ പാർപ്പിച്ച് അവിടുത്തെ ഒലിവ് മരങ്ങളൊക്കെ പറിച്ചു കളഞ്ഞ് ആ സംസ്കാരത്തെ നശിപ്പിച്ച് അങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ പറയുന്നത് അവിടുത്തെ പ്രദേശങ്ങളെ കുടിയേറ്റക്കാരോട് പിടിച്ചെടുത്താൽ കൊള്ളാനാണ്. അതിനെതിരെ അറബ് രാജ്യങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു. ആദ്യം തന്നെ പ്രമുഖരായിട്ടുള്ള 8 ഇസ്ലാമിക രാജ്യങ്ങളെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിനിടയിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു കൊമോഷൻ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കൂടി വരുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷത്തിന്റെ നിഴലിലായിരിക്കുകയാണ്. എസ് കെ, എനിക്ക് പറയാനുള്ളത് എസ് കെ എന്നോടും ജെയിംസിനോടാണ്. നിങ്ങളൊന്നും പേടിക്കുക വേണ്ട. നമ്മളെ നെതുമോണ്ടല്ല ഒരു മണ്ണും ഒരു പുണ്ണാക്കും ഇറാൻ ചെയ്യാൻ പോകുന്നില്ല. നെതുമോന്റെ പിതാവായ ട്രംപ് ഉണ്ടല്ല, ഭയങ്കരമായ വെല്ലുവിളിച്ചിട്ട് ഒരു കപ്പലും കൊണ്ട് ഇറാന്റെ തീരത്ത് പറ്റി ഇപ്പൊ പെട്ടുപോയിട്ടാവുള്ളത്. ഇപ്പൊ ഇറാനെ തീർക്കുന്ന പറ്റി പോയ കപ്പലുണ്ടല്ല, ആ കപ്പൽ ഇപ്പൊ അവിടുന്ന് അനക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. കപ്പലങ്ങാനുണ്ടല്ലോ അവിടുന്ന് ഒന്ന് ചെറുതായി അനങ്ങിയാലുണ്ടല്ല അപ്പൊ തന്നെ ഇറാൻ ഒരു മിസൈൽ വിടും. ആ ഒരു പേടിയിലാണ് നമ്മുടെ ട്രംപ് ഉള്ളത്. നമ്മൾ പണ്ടത്തെ ഒരു സിനിമയിൽ മാമുക്കയെ കീലരിച്ചുമായിട്ട് ജയറാമിനെ തല്ലാൻ പോകുന്ന സീനില്ലേ, നമ്മളെ കീലരിച്ചു അവിടെ എത്തുമ്പോഴല്ല ജയറാം കീലരിച്ചതിനെ കെട്ടി ഭയങ്കര. അപ്പൊ തന്നെ കീലരിച്ചു ജയറാമിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞല്ലേ, നമ്മളെ രണ്ടാളെയും അടിക്കാൻ വേണ്ടി ആരുണ്ടടാന്ന്. അങ്ങനെയുള്ള കീലരിച്ചന്റെ അവസ്ഥയിലാണ് നമ്മളെ ട്രംപ് ഉള്ളത്. ഇനി എന്താ പറയാന്നറിയാം, ഇറാനി എന്നെ ആക്രമിക്കാൻ വേണ്ടി ആരുണ്ടടാന്ന്. അപ്പോഴാണ് നമ്മളെ നെതുമോണ്ടല്ല ബങ്കർ കയറി വിളിച്ചിട്ട് ഇമാതിരി വെല്ലുവിളി വിളിക്കുന്നത്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നെതുമോനെ വെല്ലുവിളിയെല്ലാം നിർത്ത്. നീ ഇറാനെ പറ്റി ഒന്ന് തൊട്ട് നോക്ക്. അന്ന് കരഞ്ഞു മെഴുകിയതുപോലെ ഇപ്രാവശ്യവും കരഞ്ഞു മെഴുകേണ്ടി വരും എന്റെ നെതുമോൻ. നമുക്കെന്തായാലും ഉണ്ടല്ലോ, നമ്മളെ നെതുമോനുണ്ടല്ല പേടിച്ച് വർ ചെയ്യുന്ന കുറച്ച് നാളിത്തരങ്ങൾ കേട്ടിട്ട് വന്നാലോ. നമ്മുടെ റഫീഖില്ലേ, നമ്മുടെ പ്രേക്ഷകൻ, അദ്ദേഹം പറഞ്ഞ നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രിയോട് ഒന്ന് പറഞ്ഞൂടെ, ബെഞ്ചമിൻ നെതന്യാഹുവോട്, നിങ്ങൾ ഈ കളി മതിയാക്കൂ, യുദ്ധത്തിന്റെ വാർത്ത കേട്ട് ഞങ്ങൾ മടുത്തു. പറഞ്ഞിട്ടെന്താ കാര്യം അസ്കേൻ, ഇതുപോലെയുള്ള എന്നറിയാം ചിലപ്പോൾ സൈക്കോപാത്ത് പോലെയായിട്ട് മാറുന്ന പല രാഷ്ട്രീയ നേതാക്കളും ലോകത്തെ വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇസ്രായേൽ ഗസയിലെ ആക്രമണം നിർത്തിയിട്ട് മാസങ്ങളായി. പക്ഷേ 520 തവണ അവർ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ഇതിനകം 580 പേർ ഈ വെടിനിർത്തലിന് ശേഷം ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പോഴും വേണ്ട പോലെ ഭക്ഷ്യ വസ്തുക്കൾ വരാനായിട്ട് അനുവദിക്കുന്നില്ല. റഫ ബോർഡർ തുറന്നു എന്നുള്ളത് ശരിയാണ്. എന്നാലും ഇസ്രായേൽ ഒരു വലിയ പ്രതികാര ബുദ്ധിയോടെ തന്നെ നിൽക്കുകയാണ്. അവിടെയും കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഗസയിൽ ചെയ്യുന്നു എന്ന് മാത്രമല്ല, ലെബനോനിൽ 1 വർഷം മുമ്പേ ഇസ്രായേലുമായിട്ട് കരാറായതാണ്. പക്ഷേ ലെബനോനിൽ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കുന്നു. ഇപ്പോൾ ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയും അമ്മയും അടക്കം 3 പേർ ലെബനോനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ വ്യാപകമായ ആക്രമണം നടക്കുകയാണ്. അതുകൊണ്ടാവണം ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് ഓസ്ട്രേലിയയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ നഗരങ്ങളിലൊക്കെ ഇസ്രായേലിനെതിരെ പലസ്തീൻ അനുകൂല പ്രകടനം, വലിയ പ്രതിഷേധ റാലികൾ നടക്കുന്നുവെന്ന റിപ്പോർട്ട് കൂടി വരുന്നു. പ്രത്യേകിച്ച് അവിടെ പാമ്പോണ്ടിയിൽ ജൂതവംശജർക്കെതിരെയുള്ള ഒരു വെടിവെപ്പ് നടന്നതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പോയപ്പോൾ അവിടെയും പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. എന്തായാലും യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷം രൂക്ഷമായ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അതിനിടയിൽ എസ്കേൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലോകത്തെ ചിന്തിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും കോൺട്രവേഴ്സി ആവുകയും ചെയ്യുന്നത് എപ്സ്റ്റീൻ ഫയലുകളാണ്.
ജെഫ്രി എഫ്സ്റ്റീൻ എന്ന ലൈംഗിക പീഡകൻ ലോകത്തിലെ നേതാക്കളെ മുഴുവൻ സ്വാധീനിച്ച് അവരെയൊക്കെ പല ബീച്ചുകളിൽ കൊണ്ടുപോയി, പ്രത്യേകിച്ച് വെർജിന ദ്വീപുകളിൽ കൊണ്ടുപോയിട്ട് ഈ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ കാഴ്ചവെച്ചു എന്ന വാർത്ത എത്ര നാളായിട്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ പുതിയ പേരുകൾ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ, മറ്റ് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ, ഇലോൺ മസ്കിന്റെ അങ്ങനെ അടക്കം ലോകമെമ്പാടുമുള്ള നേതാക്കളുടെ പേരുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്സ്റ്റീൻ മൊസാദിന്റെ ഒരു ചാരനായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത. ഇസ്രായേൽ ബോധപൂർവ്വം ലോക നേതാക്കളെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ എപ്സ്റ്റീനെ രംഗത്തിറക്കിയതും ഇവരെയൊക്കെ വീഴ്ത്തിയതും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇത് അടുത്ത നാളുകളിൽ ലോകമെമ്പാടും വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവില്ല നമ്മളെ ട്രംപിനും പല ജിമാർക്കും ഇസ്രായേലിനോട് എന്താ പേടിയെന്ന്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ആരും പ്രതികരിക്കാതിരിക്കുന്നതെന്ന്. അവരുടെയൊക്കെ അടിയിൽ നല്ല കനമുണ്ട്, നല്ല കനം. ആ കനത്തിന്റെ വീഡിയോ ഉണ്ടല്ല, എല്ലാം ഇസ്രായേലിന്റെ കയ്യിൽ ഭദ്രമാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇസ്രായേൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒന്നും മിണ്ടാതെ പേടിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും കനമില്ലാത്ത രാജ്യങ്ങളുണ്ടല്ല, ഇസ്രായേൽ എന്ത് കാണിച്ചാലും അത് കേട്ടു നിൽക്കില്ല, അവർ തിരിച്ചടിക്കും. ഇറാൻ അങ്ങനെ തന്നെയാണ്. ഇസ്രായേൽ എന്ത് കാണിച്ചാലും അവർക്ക് പേടിയില്ല. കാരണം അവരുടെ ഒരു കനത്തിന്റെ വീഡിയോ ഇസ്രായേലിന്റെ കയ്യിലില്ല. അതുകൊണ്ട് അവർ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. കണ്ടില്ല നിങ്ങൾ, പലസ്തീൻ എന്നുണ്ടല്ലോ, ഇസ്രായേലിന്റെ 1% പോലും ആയുധ ബലമില്ല. പക്ഷെ അവര് ഇസ്രായേൽ എന്ത് ചെയ്തെങ്കിലും പേടിച്ചിരിക്കുന്നില്ല. അവർക്കാവുന്ന രീതിയിൽ അവർ തിരിച്ചടി കൊടുക്കുന്നുണ്ട്. ആ ചെറിയ രാജ്യങ്ങളുണ്ടല്ല ഇസ്രായേലിന്റെ മുന്നിൽ മുട്ട് വറക്കാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ ചിലരുണ്ടല്ല അവരൊക്കെ മുട്ട് വിറച്ചിട്ടാണ് ഇസ്രായേലിന്റെ മുന്നിൽ നിൽക്കുന്നത്. അതിനിടയ്ക്ക് നേരത്തെ വീട്ടിൽ പറഞ്ഞു കേട്ടില്ലേ, ഇസ്രായേലിലെ ജനങ്ങളൊക്കെ ഉണ്ടല്ല ഈ യുദ്ധത്തിനെതിരാണ്. ആകെ ഇഷ്ടമുണ്ടല്ല നമ്മളെ നെതുമോനാണ്. അത് എന്തുകൊണ്ടാണ് ഇഷ്ടം? അവിടുത്തെ കോടതിയിലുണ്ടല്ല നമ്മൾ നെതുമോന്റെ ഒരു കേസ് വരുന്നുണ്ട്. ആ കേസ് എടുക്കണമെങ്കിലല്ല ഈ യുദ്ധങ്ങൾ തീരണം. അതുകൊണ്ടാണ് നെതുമോൻ യുദ്ധം ഇങ്ങനെ ദീർഘിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. കേസെങ്ങാനും കോടതി എടുത്തിട്ട് വാദം തുടങ്ങിക്കഴിഞ്ഞാല് നമ്മളെ നിതുമോനല്ല പിന്നെ പുറത്തിറങ്ങാൻ കഴിയില്ല. ബങ്കറിന്റെ ഉള്ളിലല്ലാട്ടാ, ജയിലിന്റെ ഉള്ളിലായി പോവും നമ്മളെ നിതുമോൻ. പക്ഷെ ഈ സംഭവങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാർ എവിടെയുള്ളതെന്നറിയാം നമ്മളെ കേരളത്തില്. അതാരാന്നറിയാം? കേരളത്തിലെ സംഘികളും ക്രിസംഘികളും. അവർക്ക് മാത്രമാണ് ഈ സത്യം ഇതുവരെ മനസ്സിലാക്കാത്തത്. അതായത് ഇസ്രായേലുള്ള ഭൂരിപക്ഷം ജനങ്ങൾക്കുണ്ടാ ഈ സംഭവം എല്ലാം അറിയാം. ഇത് നമുക്ക് അതിന്റെ ഇടക്ക് നമ്മളെ മൈപ്രണ്ട് ട്രംപ് ഉണ്ടല്ല, നമുക്ക് അന്നൊരു 8ന്റെ പണിയുണ്ട്. ആ വീഡിയോ കൂടി നമ്മൾ കണ്ടിട്ട് വന്നല്ലോ. ഇന്ത്യയ്ക്ക് ഡൊണാൾഡ് ട്രംപിന്റെ ഇരുട്ടടി. ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കി അമേരിക്ക. ബംഗ്ലാദേശുമായി US വ്യാപാര കരാർ ഒപ്പുവെച്ചു. വിശദാംശങ്ങൾ വിജേഷ് പുതുമന നൽകും. വിജേഷ്, ഇന്ത്യയുമായി ഉണ്ടാക്കിയ വ്യാപാര കരാറിന്റെ പേരിൽ അഭിമാനം കൊള്ളുകയാണ് കേന്ദ്ര സർക്കാർ. അതിലെ പല നിർദ്ദേശങ്ങളും ശരിയല്ല എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുമ്പോഴും ഇപ്പോൾ നോക്കൂ, 18% ഇന്ത്യയിൽ നിന്ന് വാങ്ങുമ്പോഴാണ് തീരുവ ഒഴിവാക്കി ബംഗ്ലാദേശിന് ഇങ്ങനെയൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രതിപക്ഷ ആരോപണങ്ങൾ ശരിവെക്കുകയാണല്ലേ ട്രംപിന്റെ ഓരോ നീക്കങ്ങളും? ബിഞ്ചു, തീർച്ചയായിട്ടും അതായത് ഇന്ത്യയെ ശരിക്കും വഞ്ചിക്കുകയായിരുന്നു ട്രംപ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇന്ത്യ അതിന് നിന്ന് കൊടുത്തു എന്ന് പറയാം. കാരണം ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ചതിന് തൊട്ടടുത്ത ദിവസമാണ്, അല്ലെങ്കിൽ അതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ബംഗ്ലാദേശുമായിട്ട് ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. ഇത് പ്രകാരം ഈ ഒരു കരാറിൽ ഇന്ത്യ വലിയ നേട്ടമായി കണ്ടിരുന്നത് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് 18% തീരുവയാകുന്നു. അത് വലിയ നേട്ടമാണ് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ വിപണിക്ക് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ ബംഗ്ലാദേശുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള ചില ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ 0%. അതായത് US നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പരുത്തി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾ, അതോടൊപ്പം തന്നെ കൈത്തറി ഉൽപ്പന്നങ്ങൾ, ഇതിന് 0% തീരുവ ബംഗ്ലാദേശിൽ നിന്ന് കയറ്റുമതി ചെയ്യുമ്പോൾ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്താ അവസ്ഥ എന്ന് ആലോചിക്കട്ടെ. ബംഗ്ലാദേശിന് 0% നികുതി. പക്ഷെ മൈ ഫ്രണ്ടായ ഇന്ത്യക്കല്ല 18% നികുതി. എന്താ അവസ്ഥ? എന്നിട്ട് ഇതിനെയൊക്കെ നാണുമാനും ഉളുപ്പില്ലാണ്ട് ന്യായീകരിക്കാൻ വേണ്ടി കുറെ സംഖ്യകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ സംഖ്യയുടെ എല്ലാം അവസ്ഥയുണ്ടല്ല നമ്മളെ പുലിവാൽ കല്യാണത്തിലെ ജഗദീന്റെ അവസ്ഥയാണ്. ലാലു അലക്സ് നല്ല തുറയുമില്ല. ജയസൂര്യന്റെ പങ്ക് പോയിട്ട് ജഗതിന്റെ മോൻ മോതിലിടും. കുറച്ച് കഴിയുമ്പോൾ ലാലു അലക്സ് നേരെ തിരിച്ചു പറയും. എന്നാലും ജഗതി പോയിട്ട് ജഗതിന്റെ മോനെ കൊണ്ട് ആദ്യവും ജയസൂര്യയുടെ പങ്കെടുക്കുന്നത് ആ മോതിരം കൂരും. അതേ അവസ്ഥയിലാണ് നമ്മളെ കേരളത്തിലെ സംഖ്യകൾ. അതായത് ട്രംപ് ഉണ്ടല്ലോ രാവിലെ പറയും ഇന്ത്യമായി ഫ്രണ്ടാണെന്ന്. അപ്പൊ നമ്മൾ ഇന്ത്യയിലെ സംഖ്യകളും ക്രിസംഖ്യകളും പറയും ഹായ് ട്രംപ് നല്ല മനുഷ്യൻ, എന്ന്. രാത്രി ആകുമ്പോൾ ട്രംപ് ഉണ്ടല്ല 2 കൂറ സാധനം അടിക്കും. അടിച്ചാൽ ഞാൻ പറയും ഇന്ത്യയായിട്ട് യാതൊരു ബന്ധമില്ല, ഇന്ത്യയിൽ ഞാൻ പോകുകയില്ല എന്ന്. അത് കേട്ടപാടില്ല സംഖ്യകളും ക്രിസംഖ്യകളും പറയും ഈ ട്രംപിനെ പോലത്തെ ഒരു വൃത്തിയേട്ട മനുഷ്യൻ ഈ ലോകത്താരും ഇല്ലാന്ന്. അങ്ങനെ നാറി പൊഴുങ്ങിയിരിക്കുന്നു കേരളത്തിലെ സംഖ്യകളും ക്രിസംഖ്യകളും. എനിക്കിനി പറയാനുള്ളത് നെതുമോനോടും ട്രംപിനോടാണ്. നിങ്ങൾ എന്തൊക്കെ കളിച്ചാലും എന്തൊക്കെ വിചാരിച്ചാലും നിങ്ങൾക്ക് ഇറാനില്ല ഒരു മണ്ണും പുണ്ണാക്കും ചെയ്യാൻ പറ്റൂല. പക്ഷെ നിങ്ങൾ രണ്ടാളും രാവിലെ വന്നി ഇപ്പിറാനെ തീർക്കും എന്ന് പറയുമ്പോഴല്ല നിങ്ങൾ ഈ പറഞ്ഞ പൊട്ടത്തരം കേട്ടിട്ട് നമ്മളെ കേരളത്തിലെ സംഖ്യകളും ക്രിസംഖ്യല്ല ഇവിടെ കിടന്ന് കൈയടിക്കുന്നു. അതെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കട്ടോ. അപ്പൊ നമ്മളെ നെതുമോനും ട്രംപണിനും പറഞ്ഞ വിഡ്ഢിത്തും കേട്ടിട്ട് ഇവിടുന്ന് കൈയടിക്കുന്ന സംഖ്യക്കും ക്രിസംഖ്യക്കും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.